എല്ലാവർക്കും സൊസൈറ്റി വാലയിലേക്ക് സ്വാഗതം. നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണലുകളെ ഞങ്ങളുടെ കൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കൂട്ടുകെട്ട്, അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഒരു വിജയകരവും അതേപോലെ സുരക്ഷിതവുമാക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം, അല്ലേ? അപ്പോൾ നിങ്ങള് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വെറും ഒരു വെണ്ടർ മാത്രമല്ല, അതോർക്കണം. നിങ്ങൾ ശരിക്കും താമസക്കാർക്ക് ഏറ്റവും നല്ല സേവനം കൊടുക്കുന്ന ഒരു വിശ്വസ്ത പങ്കാളിയാണ്. അപ്പോ ഈ ഒരു വിശ്വാസമാണ് കേട്ടോ, ഇതാണ് നിങ്ങളുടെ വിജയത്തിന്റെയും പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷയുടെയും ഒക്കെ അടിസ്ഥാനം. ശരി, അപ്പോ ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നോക്കൂ, നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സൊസൈറ്റി വാലെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് സർവീസ് പ്രൊവൈഡറാണ്. അതായത് ഒരു സ്വതന്ത്ര സേവനദാതാവ്, അല്ലാതെ ഞങ്ങളുടെ ഒരു എംപ്ലോയി അല്ല. ഇതിന്റെ അർത്ഥമെന്താണെന്നറിയോ? നിങ്ങളുടെ സേവനത്തിനുള്ള കോൺട്രാക്ട് അത് നിങ്ങളും ആ താമസക്കാരനും തമ്മിൽ നേരിട്ടുള്ള ഒന്നാണ്. അപ്പം നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു വിശ്വാസം ഉറപ്പിക്കണമല്ലോ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഓൺബോർഡിംഗ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ചേരാൻ എന്തൊക്കെ രേഖകൾ വേണം, എങ്ങനെയുള്ള വെരിഫിക്കേഷനൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കണം, ഈ 3 കാര്യങ്ങളും നിർബന്ധമാണ്. ഒന്നാമത്തത് നിങ്ങളുടെ ഗവൺമെന്റ് അംഗീകരിച്ച KYC ഡോക്യുമെന്റ്സ്. രണ്ടാമത്തത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോലീസ് വെരിഫിക്കേഷൻ. പിന്നെ മൂന്നാമതായി സുരക്ഷയ്ക്കു വേണ്ടിയിട്ട് നിങ്ങളുടെ ഏറ്റവും പുതിയ ഒരു ഡിജിറ്റൽ ഫോട്ടോ. ഇതൊന്നുമില്ലാതെ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കർശനമായ ഒരു നിയമമാണ്. ഒരു കാരണവശാലും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വയ്ക്കാൻ പാടില്ല. ഇനി അപകടപ്പിടിച്ച ജോലികളാണെങ്കിൽ ആ പ്രായപരിധി 18 വയസ്സാണ്. ബാലവേലയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് 0 ടോളറൻസ് പോളിസിയാണ്. അതായത് ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് ലംഘിച്ചാൽ അപ്പത്തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തത്. ഇനി സൊസൈറ്റി കോമ്പൗണ്ടിലേക്ക് എങ്ങനെ കയറാം, എങ്ങനെ ഇറങ്ങാം എന്നുള്ളതിന്റെ പുതിയ രീതികളെപ്പറ്റി പറയാം. പഴയ പോലെയല്ല, എല്ലാം ഇപ്പോ നമ്മുടെ ആപ്പ് വഴിയാണ്. പണ്ടത്തെ പോലെ ഗേറ്റിൽ പോയി ഒരു രജിസ്റ്ററിൽ പേരെഴുതുന്ന പരിപാടിയില്ല. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇനി മുതൽ സൊസൈറ്റി വാലെ ആപ്പ് ഉപയോഗിക്കണം. ഒന്നുകിൽ QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ പാസ്കോഡ് കൊടുക്കുക. ഇങ്ങനെ മാത്രമേ അകത്തേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റൂ. എന്തിനാണെന്ന് വെച്ചാല് ഇത് എല്ലാവരുടെയും സുരക്ഷയ്ക്കും കാര്യങ്ങൾ കൃത്യമായി നടക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് ഇത് നിർബന്ധമാണ്. അകത്തേക്ക് കയറുമ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി ഓർമ്മയിൽ വെക്കണം. ഒന്നാമത്തേത്, താമസക്കാർ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് മുൻകൂട്ടി അപ്രൂവൽ തന്നിരിക്കണം. രണ്ടാമത്, ഒരു അനുവാദവുമില്ലാതെ ഓരോ വീട്ടിലും കയറിയിറങ്ങി മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ സേവനങ്ങൾ ഓഫർ ചെയ്യുന്നത്, കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ഗേറ്റിലെ സെക്യൂരിറ്റി നിങ്ങളുടെ ബാഗുകൾ പരിശോധിക്കും. അപ്പോൾ അവരുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൊസൈറ്റിക്കുള്ളിൽ നിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ. ഇത് നിങ്ങളുടെ പ്രൊഫഷണലിസത്തിന്റെയും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സമാധാനത്തിന്റെയും ഒക്കെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ജോലി ഏത് വീട്ടിലാണോ അവിടേക്ക് മാത്രം നേരെ പോവുക, നേരെ തിരിച്ചു വരിക. അല്ലാതെ കോമൺ ഏരിയയിലോ ക്ലബ് ഹൗസിലോ ഗാർഡനിലോ പാർക്കിങ്ങിലോ ഒന്നും പോയി വെറുതെ കറങ്ങി നടക്കരുത്. അത് കർശനമായി വിലക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ താമസക്കാരുടെ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം വ്യക്തമാക്കാം, സൊസൈറ്റി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ മദ്യം, പുകയില, ഗുട്ക അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ലഹരി വസ്തുക്കൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പൂർണ്ണമായും നിരോധിച്ചതാണ്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമുണ്ടാകില്ല. ഇതൊന്നു പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പൊതുസ്ഥലങ്ങളിൽ തുപ്പുന്നത് വളരെ മോശം ഒരു കാര്യമാണ്. അഥവാ അങ്ങനെ ചെയ്ത് പിടിക്കപ്പെട്ടാൽ വലിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും. അല്ലെങ്കിലും പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയല്ലേ? നേരത്തെ പറഞ്ഞ ലഹരി ഉപയോഗത്തിന്റെ കാര്യമില്ലേ, ആ നിയമം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വളരെ സീരിയസ് ആണ്. നിങ്ങളെ അപ്പത്തന്നെ സൊസൈറ്റി വാലെ ആപ്പിൽ നിന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെന്താ? പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി ഒരു ജോലിയും കിട്ടില്ല. അത്രയുള്ളൂ. അതുപോലെ താമസക്കാരോടോ സെക്യൂരിറ്റിയോടോ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരോടെങ്കിലുമോ മോശമായി പെരുമാറുക, ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക, ഇതൊക്കെ വളരെ ഗുരുതരമായ കുറ്റമാണ്. വെറുതെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക മാത്രമല്ല, BNS, POSH ആക്ട് പോലെയുള്ള നിയമങ്ങൾ അനുസരിച്ച് കർശനമായ നിയമനടപടികളും നേരിടേണ്ടിവരും. ശരി, ഇനി അടുത്തത് വാഹനങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സേഫ്റ്റി റൂൾസ് ഉണ്ട്. ഇത് എല്ലാവരുടെയും, പ്രത്യേകിച്ച് കുട്ടികളുടെയും പ്രായമായവരുടെയും സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഈ നമ്പർ ഓർത്ത് വെച്ചോളൂ, 10. അതായത്
മണിക്കൂറിൽ 10 കിലോമീറ്റർ. സൊസൈറ്റി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിങ്ങളുടെ വണ്ടിയുടെ മാക്സിമം സ്പീഡ് അത്രേ പാടുള്ളൂ. ഓവർ സ്പീഡ് അപകടം ഉണ്ടാക്കും. ചിലപ്പോൾ അത് കാരണം നിങ്ങളെ വിലക്കാനും സാധ്യതയുണ്ട്. പാർക്കിങ്ങിന്റെ കാര്യം. നിങ്ങളുടെ വണ്ടി നിർത്താൻ വേണ്ടി വിസിറ്റർ പാർക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ടാകും. അവിടെ തന്നെ പാർക്ക് ചെയ്യണം. താമസക്കാരുടെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ അറിയാതെ പോലും കൊണ്ടുപോയി വണ്ടി വെക്കരുത്. ഓക്കേ, നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളുടെ നിയമപരവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്, സൊസൈറ്റി വാലെ എന്ന് പറയുന്നത് നിങ്ങളെയും താമസക്കാരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം മാത്രമാണ്. ഒരു പാലം പോലെ. ഞങ്ങൾ നിങ്ങളുടെ എംപ്ലോയർ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾക്കും ആ താമസക്കാരനും മാത്രമായിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും സാധനങ്ങൾക്ക് കേടുപാട് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു മോഷണം നടന്നാൽ, അതുമല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, അതായത് സാമ്പത്തികവും നിയമപരമായ എല്ലാ ഉത്തരവാദിത്തവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാ, നിങ്ങളെ കാരണം എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ സൊസൈറ്റി വാലെ ഒരു നഷ്ടപരിഹാരവും തരില്ല. താമസക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ നേരിട്ട് പോലീസിൽ പരാതിപ്പെടാം, അല്ലെങ്കിൽ കേസ് കൊടുക്കാം. ഇനി ശമ്പളത്തിന്റെ കാര്യത്തിലോ ജോലിയുടെ ക്വാളിറ്റിയെപ്പറ്റിയോ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ താമസക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ച് തീർക്കണം. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടതിന് ഒരുപാട് നന്ദി. ഇനി അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഉറപ്പുതരിക എന്നതാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ പറഞ്ഞ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ ശരിക്കും വായിച്ചു മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾ ഇതിന് സമ്മതം തരുമ്പോൾ സൊസൈറ്റി വാലെ കമ്മ്യൂണിറ്റിയിലെ ഒരു വിശ്വസ്തനായ പങ്കാളിയാകാൻ നിങ്ങൾ തയ്യാറാവുകയാണ്. നമുക്ക് ഒരുമിച്ച് ഏറ്റവും മികച്ച സേവനം നൽകാം.